നമ്മൾ ഇൻകം ടാക്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടീഷൻസ് പറഞ്ഞിട്ട് ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരാൾ ഓർഡിനറിൽ റെസിഡൻ്റ് ആവുക, എപ്പോഴാണ് നോട്ട് ഓർഡിനറിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിൾ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം ഒരു ഇൻഡിവിജ്വലിനെ എപ്പോഴാണ് റെസിഡൻ്റ് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഓക്കെ, 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഇൻഡിവിജ്വലിനെ എപ്പോഴാണ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ 2 അഡീഷണൽ കണ്ടീഷനും എന്ത് ചെയ്തിട്ടില്ല, സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെന്ന് വിളിക്കാം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഒരാളെ നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കാം, ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ നമ്മളെന്ന് വിളിക്കും, നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ ബേസിൽ അപ്പോൾ കണ്ടീഷൻസൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ പ്രീവിയസ് ഇയറിൽ 152 ദിവസം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം. ഇനി അഡീഷണൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ 2 വർഷം എന്തായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ്. ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നല്ല, റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ്. റെസിഡൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിൻ്റെ ബേസിൽ. മിസ്റ്റർ അരുൺ left India for first time on May 15, 2020. Determine his residency status for the previous year 2020-21. മെയ് 15, 2020 അയാൾ ഫസ്റ്റ് ടൈം ഇന്ത്യ വിട്ട് പോവുകയാണ്. അതിൻ്റെ മുന്നേ ഇന്ത്യ വിട്ട് പോയിട്ടില്ല, പക്ഷെ പിന്നീട് തിരിച്ച് വരുന്നതായിട്ടും പറയുന്നില്ല. നമ്മളോട് ചോദിക്കുന്നത് 2020-21 പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ എഴുതുക എന്നുള്ളതാണ്. ജസ്റ്റ് താഴെ നിങ്ങൾ പ്രീവിയസ് ഇയർ നോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ എന്താണ്? 1 ഏപ്രിൽ 2020 ടു 31 മാർച്ച് 2021. ഈ പീരീഡിൽ മിസ്റ്റർ അരുൺ വാസ് ഇൻ ഇന്ത്യ ഫോർ 45 ഡേയ്സ്. അയാൾ 45 ദിവസമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ 45 ദിവസം എങ്ങനെ കിട്ടി നോക്കണ്ടേ? 1 ഏപ്രിൽ 2020 ടു 31 മാർച്ച് 2021 നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ ഏപ്രിൽ 30 ദിവസം അയാൾ ഇന്ത്യയിലുണ്ട്. ദെൻ മെയ് 15 അയാൾ ഇന്ത്യ വിട്ട് പോവുകയാണ്. അപ്പോൾ മെയ് 15 വരെ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടും. മെയ് 15 വരെ ഇന്ത്യയിലുള്ളതായിട്ട്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസമായി? 45 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ കണ്ടീഷൻസിലേക്ക് പോകണം. ആദ്യം പോകേണ്ടത് എവിടത്തേക്കാണ്? ബേസിക് കണ്ടീഷൻസിലേക്കാണ്. ബേസിക് കണ്ടീഷനിൽ എത്ര ദിവസം വേണം? ഒന്നുകിൽ പ്രീവിയസ് ഇയറിൽ 182 ദിവസം. ഇനി അതില്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം വേണം? 60 ദിവസം വേണം. ഇവിടെ നമുക്കിത് രണ്ടും സാറ്റിസ്ഫൈഡ് അല്ല. എത്ര ദിവസമേ ഉള്ളൂ? 45 ഡേയ്സ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഈവൺ ഒരു ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അയാൾ എന്ത് വിളിക്കാൻ പറ്റും? നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇയാളൊരു നോൺ റെസിഡൻ്റ് ആണ്. ഇപ്പോൾ റെസിഡൻസ് സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ചെയ്യൽ വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം മനസ്സിലായാൽ മതിയാവും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പ്രോബ്ലം. മിസ്റ്റർ എക്സ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഈസ് ലിവിങ് ഇൻ ഡൽഹി സിൻസ് 1960. ഈ സിൻസ് 1960 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡേറ്റ് ഒക്കെ തരും. അതെങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്ന ഡേറ്റാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ കൃത്യമായിട്ട് നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ഏതാണെന്നാണ്. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുക ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ എന്നാണ് തരിക. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. നമുക്ക് ഏതാ ഇയർ വേണ്ടത്? പ്രീവിയസ് ഇയർ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ അസസ്മെൻറ്റ് ഇയർ ആണ് തന്നതെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടെത്തണം? പ്രീവിയസ് ഇയർ കണ്ടെത്തിയിരിക്കണം. എങ്ങനെ അസസ്മെൻറ്റ് ഇയർ തന്നാൽ പ്രീവിയസ് ഇയർ കണ്ടെത്തുക? അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷമായിരിക്കും എന്ത്? പ്രീവിയസ് ഇയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ലിവിങ് ഇൻ ഡൽഹി സിൻസ് 1960, ലെഫ്റ്റ് ഫോർ ജപ്പാൻ ഓൺ July 1, 2013. He comes back to India on August 7, 2017. Determine his residency status for the assessment year 2018-19. ഇവിടെ 2018-19 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനാണ് പറഞ്ഞത്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു അസസ്മെൻറ്റ് ഇയറിലേക്ക് നമുക്ക് ഒരിക്കലും റെസിഡൻസ് സ്റ്റാറ്റസ് കാണാൻ പറ്റില്ല. നമുക്ക് എന്താ വേണ്ടത്? പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ എഴുതുക 2017, 18. അപ്പോൾ 2013 ജപ്പാനിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് വരുന്നത് 2017 ഓഗസ്റ്റ് 2017. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഇങ്ങനെയാണ് വരിക. 1st April 2017 to 31st March 2018. അപ്പം ഏപ്രിലിൽ അയലിന്ത്യയിലില്ല, മെയ്യിലില്ല, ജൂണിലില്ല, ജൂലൈയിലില്ല, ഓഗസ്റ്റിലുണ്ട്. എന്തുകൊണ്ടാണ്? ഓഗസ്റ്റ് 7-ാം തീയതി അയലിന്ത്യയിലേക്ക് തിരിച്ച് വരികയാണ്. അപ്പം 7-ാം തീയതി ഉൾപ്പെടെ ഓഗസ്റ്റ് മാസം ബാക്കി എത്ര ദിവസം ഉണ്ട് നോക്കിയാൽ മതി, 25 days. പിന്നെ തിരിച്ച് പോകുന്നതായിട്ട് പറയുന്നില്ലല്ലോ, പിന്നെ ഇന്ത്യ വിട്ട് പോകുന്നതായിട്ട് പറയുന്നില്ല. അപ്പോൾ സെപ്റ്റംബറിലുണ്ട്, ഒക്ടോബറിൽ മുഴുവൻ ഡേയ്സും ഉണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത്രയും ദിവസങ്ങളിൽ ഫുൾ ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 237 ദിവസം കിട്ടി. അപ്പോൾ നമ്മുടെ പ്രകാരം 152 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 237 ദിവസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ നോക്കണം. വേണമല്ലോ, നോക്കാം. അപ്പം മിസ്റ്റർ എക്സ് സാറ്റിസ്ഫൈ 1 ബേസിക് കണ്ടീഷൻ ആസ് ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഫോർ 237 days. ഇനി അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ എന്താ പറയുന്നത്? റെസിഡൻറ്റ് ഇൻ ഇന്ത്യ 2 out of 10 പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങൾ 2 വർഷം എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താ? പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 730 ദിവസം ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങൾ എടുക്കുക നമ്മൾ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? 2017, 18. അപ്പോൾ 10 വർഷങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? 2016, 17, 15, 16 എന്നൊക്കെ പറഞ്ഞിട്ട് 10 വർഷങ്ങൾ 2007, 8 വരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷങ്ങളിൽ 2 വർഷം എന്തായാൽ മതി? റെസിഡൻ്റ് ആയാൽ മതി. 2016, 17, 15, 16, 14, 15 ഈ വർഷങ്ങളിൽ അയാൾ എന്തല്ല? ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് റെസിഡൻ്റ് അല്ല എന്ന് പറയാൻ കാരണം, 2013 പോയിട്ട് തിരിച്ചു വരുന്ന എപ്പോഴാണ്? 2017. 2014 15 16 ഓക്കെ. അതുകൊണ്ടാണ് ആ വർഷങ്ങളിലൊക്കെ അയാൾ എന്തായിട്ട് കൊടുത്ത്? നില്ലായിട്ട് കൊടുത്ത്. ഓക്കെ. ഈ 2013, 14 92 ഡേയ്സ് ഉണ്ട്. അതെങ്ങനെയാണ് 92 ഡേയ്സ് വന്നതെന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2013, 14 തരുമ്പോൾ 1st April 2013 to 31st March 2014. ഓക്കെ. അപ്പം ഏപ്രിൽ 30 ദിവസമുണ്ട്, മെയ്യിൽ 30 ദിവസമുണ്ട്, ജൂണിൽ 30, ജൂലൈയിൽ 1 ദിവസം. അത് കൂട്ടിക്കഴിഞ്ഞാൽ 92 ഡേയ്സ്. ദെൻ അതിന് മുന്നേ ഉള്ള വർഷങ്ങളൊക്കെ അയാൾ എന്താണ്? ഫുൾ ഡേയ്സ് ഇന്ത്യയിലുണ്ട്. 2012, 13 ഫുൾ ഡേയ്സ് ഉണ്ട്. 2011, 12, 10, 11 ഈ വർഷങ്ങളിലൊക്കെ മുഴുവൻ ദിവസം അയാൾ ഇന്ത്യയിൽ തന്നെ സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് പ്രീവിയസിനും മുമ്പുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആയാൽ മതി. അപ്പോൾ ഇവിടെ 2013, 14 അയാൾ റെസിഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? റെസിഡൻ്റ് ആവണമെങ്കിൽ, റെസിഡൻ്റ് ആവണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരുന്നു? ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 152 ദിവസം ഇല്ല, പക്ഷേ പകരം എന്തുണ്ട്? 92 ദിവസമുണ്ട്. അപ്പോൾ 60 ദിവസത്തിൽ കൂടുതലാണ്. അപ്പം പ്രീവിയസിൽ 60 ദിവസവും പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഉണ്ടായാൽ മതി. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഇയർ ആയ 2013, 14 അയാൾ 92 ദിവസമുണ്ട്, 60 ദിവസത്തിൽ കൂടുതൽ. ഇനി പ്രീവിയസിന് ഇയറിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങൾ എടുക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം? 365 ദിവസം വേണം. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പോൾ 2013, 14 അയാളുടെ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ 2012, 13 അയാളുടെ റെസിഡൻ്റ് ആണ്. കാരണം എന്താണ്? 365 ദിവസം ഇന്ത്യയിലുണ്ട്. നമുക്ക് റെസിഡൻ്റ് ആവാൻ എത്രയേ വേണ്ടൂ? 152 ദിവസമേ വേണ്ടൂ. യെസ്, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മിനിമം പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങൾ 2 വർഷം എന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ. ഇപ്പോൾ 2016, 17 അയാളില്ല. കാരണം നമ്മൾ അതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞു അല്ലേ? 13 പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നത് 17 2015, 16 ഇല്ല, 14, 15 ഇല്ല. 13, 14 92 ദിവസമുണ്ട്. 2012, 13 365 ദിവസമുണ്ട്. 2011, 12 365 ദിവസം. 2010, 11 365 ദിവസം.
അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡേയ്സ് കിട്ടുന്നുണ്ട്? 1187 ദിവസം. നമുക്ക് എത്രയേ വേണ്ടൂ? 7 ഇയേഴ്സിൽ 1 2 3 4 5 6 7 ഈ 7 വർഷങ്ങൾ എത്ര ദിവസം വേണം നമുക്ക്? 730 ദിവസം വേണം. നമുക്ക് എത്ര കിട്ടി? 1187 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മിസ്റ്റർ എക്സ് സാറ്റിസ്ഫൈ വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെന്ന് വിളിക്കാൻ പറ്റും? റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് വിളിക്കാം.